ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ബേസിക് കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ ഏരിയകളും ഇല്ല, കുറച്ച് ഏരിയ മാത്രം. ബേസിക് കൺസെപ്റ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട, എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ ഇപ്പോൾ പറയുന്നത്. അതിൽ ആദ്യത്തേത് വേരിയബിൾസ്. നമുക്കറിയാം സംതിങ് വിച്ച് ഈസ് വേരിയിങ്, അതാണല്ലോ വേരിയബിൾ. എ വേരിയബിൾ ഇസ് എ ക്വാണ്ടിറ്റി ഹൂസ് വാല്യൂസ് ചേഞ്ചസ് ഫ്രം വൺ ഐറ്റം ടു അനദർ ഓർ വൺ പോയിന്റ് ഓഫ് ടൈം ടു അനദർ. ഒരു സമയത്തോ അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഏതാണോ സംതിങ് വിച്ച് ഈസ് വേരിയിങ് എന്ന് തന്നെ പറയാം. ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും, അത് വേരി ചെയ്യുന്ന എന്തോ അതിനെ വേരിയബിൾ. നമ്മൾ സപ്പോസ് എക്സ് എന്നോ വൈ എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റിയുടെ വില. സപ്പോസ് കമ്മോഡിറ്റിയുടെ വില പി ആണെന്ന് സങ്കല്പിക്കുക. ദാറ്റ് മീൻസ് ദാറ്റ്സ് വേരിയബിൾ. സംതിങ് വിച്ച് ഈസ് വേരിയബിൾ. അതിന് ഏത് നമ്പർ, റാൻഡം നമ്പേഴ്സ് ഏത് വേണമെങ്കിലും വരാം. 1 തൊട്ട് 1000 10,000 ഏത് വേണമെങ്കിലും വരാം. പക്ഷേ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇന്ന നമ്പറാണെന്ന് പറയാൻ പറ്റൂ. വേരിയബിൾസ് തന്നെ പല തരത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിന് ഒരു റേഞ്ച് ഓഫ് വാല്യൂ, പിന്നെ വേരിയബിൾ അസ്യൂം ഓൺലി സ്പെസിഫൈഡ് വാല്യൂസ് ഫ്രം എ റേഞ്ച് ഓഫ് വാല്യൂ. ഒരു റേഞ്ച് ഓഫ് വാല്യൂ ഉണ്ടായിരിക്കും, ആ റേഞ്ച് ഓഫ് വാല്യൂവിനുള്ളിലായിരിക്കും അത് നിൽക്കുക. അപ്പം റേഞ്ച് ഓഫ് വാല്യൂ ഉണ്ടായിരിക്കും, അതായത് സർട്ടൻ ജെംസ് ഉണ്ടായിരിക്കും. 1 കഴിഞ്ഞിട്ട് ചിലപ്പം 5 ആയിരിക്കും, പിന്നെ 10 ആയിരിക്കും വരിക. അപ്പോൾ ഇതിനിടയ്ക്കത്തെ സംഖ്യകളൊന്നും ഇവിടെ വാല്യൂ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. ഇനിയുള്ളത് കണ്ടിന്യൂസ് വേരിയബിളാണ്, മറ്റൊരു വേരിയബിളാണ്. കണ്ടിന്യൂസ് വേരിയബിൾ എന്താ? കണ്ടിന്യൂ ചെയ്തു പോകും. അതിന് എല്ലാ ഫ്രാക്ഷൻസും ഡെസിമൽസും എല്ലാം ഉപയോഗിക്കുന്നതായിട്ട് കാണപ്പെടും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് വേരിയബിളിന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടിന്യൂസിന് പറയുകയാണെങ്കിലും ഒന്നിച്ച് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു കൊച്ചുകുട്ടി വളരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ നോക്കുക. ഒരു കൊച്ചുകുട്ടി ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാടുന്നത് പല സമയത്ത് പല അളവായിരിക്കും ചാടുന്നത്. അപ്പോൾ അതിനെ ഡിസ്ക്രീറ്റ് എന്നും കണക്കാക്കുക. അപ്പോൾ പൊതുവേ അങ്ങനെയാണ് നടക്കുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾ ഇറ്റ് ഈസ് വൺ വിച്ച് ക്യാൻ അസ്യൂം എനി വാല്യൂ ഫ്രം ദ ഗിവൺ റേഞ്ച് ഓഫ് വാല്യൂ. തന്നിരിക്കുന്ന വാല്യൂവിൽ ഏത് റേഞ്ച് ഓഫ് വാല്യൂ വേണമെങ്കിലും ഇതിനാകാം. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. 1, 2, 3 അല്ല 1.1 ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഉള്ളൊരു വേരിയബിളാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദ വേരിയബിൾ വിച്ച് ക്യാൻ മൂവ് ഇൻഡിപെൻഡൻ്റ്ലി എന്ന് വെച്ചാൽ സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഡിമാൻഡ് ഡിപ്പെൻഡ് അപ്പോൺ പ്രൈസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. പ്രൈസ് സ്വതന്ത്രമായിട്ട് മാറ്റാം, ഡിമാൻഡ് അതിനെ ഡിപ്പെൻഡ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നത്? എന്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? എ വേരിയബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഓർ ഈസ് കോൺസിക്വൻ്റ് ഓഫ് അതർ. മറ്റൊന്നിൻ്റെ കോൺസിക്വൻ്റ്, ഒരെണ്ണത്തിന് കാരണമായിട്ട് ഒരെണ്ണത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് മറ്റൊരെണ്ണത്തിനുണ്ടാകുന്ന മാറ്റം, അത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഡിമാൻഡ് ഓൺ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഡിമാൻഡ് ഇരിക്കുന്നത്. കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ഇനിയുള്ളത് എൻഡോജിനസ് വേരിയബിൾസ് ദോസ് വിച്ച് ആർ ടു ബി എക്സ്പ്ലെയിൻഡ് വിത്തിൻ ദ സിസ്റ്റം. നമുക്ക് പഠിക്കുന്നതിന് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെ എൻഡോജിനസ് വേരിയബിൾ. അതായത് പ്രൈസ്, ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് പറയാമല്ലോ, വില എത്ര വരെ കൂടും എത്ര വരെ കുറയും. പിന്നെ എൻഡോജിനസ് വേരിയബിൾ എന്ന് വിളിക്കും. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എക്സോജനസ് വേരിയബിൾ എന്ന് വിളിക്കണം. വേരിയബിൾസ് ദോസ് ഹൂസ് വാല്യൂസ് ആർ നോട്ട് ടു ബി ഡിറ്റർമൈൻഡ് ബൈ ദ സിസ്റ്റം. തന്നിരിക്കുന്ന സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. വേരിയബിൾസ് ലൈക്ക് ടൈം, വെതർ കണ്ടീഷൻ നാളെ എന്താകുമെന്ന് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രെഡിക്റ്റ് ചെയ്താലും ചിലപ്പോൾ മാറ്റം വന്നേക്കാം. ടൈം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ ഈ വേരിയബിൾ, ഇത്തരം വേരിയബിൾ തന്നെ എക്സോജനസ് വേരിയബിൾ. ടൈം അനുസരിച്ച് മാറ്റങ്ങൾ വരാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ എക്സ്ട്രേനിയസ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ദാറ്റ് ആർ നോട്ട് റിലേറ്റഡ് ടു ദി പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റഡി ബട്ട് ദേ ആർ അഫക്റ്റഡ് ബൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ത്? നോട്ട് റിലേറ്റഡ് ടു ദ പർപ്പസ്. ഈ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വേരിയബിൾ എന്തോ യാതൊരു റിലേഷനും ഇല്ലാത്ത ചില വേരിയബിളാണ്. പക്ഷേ ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമായി ഇതിന് ബട്ട് മേ അഫക്റ്റ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ പ്രൈസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷെ മറ്റുള്ള പല ഘടകങ്ങളും ഇതിൻ്റെ ഡിമാൻഡിനെ വേരി ചെയ്യാൻ കാരണമാകും. ഇൻകം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളതാണ് കോൺസ്റ്റൻറ്റ്.
നമ്മൾ എന്ത് ഇക്വേഷൻസ് എന്ത് കാര്യങ്ങൾ പഠിക്കും ചില കോൺസ്റ്റൻസ് ഉണ്ടാക്കും. എന്താ എ കോൺസ്റ്റൻറ്റ് ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് അസ്യൂം ഓൺലി വൺ വാല്യൂ either under specified condition or under all condition. Constant does not change. അത് കോൺസ്റ്റൻ്റ് സ്ഥിരമായി നിൽക്കുന്ന ഒന്നായിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ഇന്നത് അങ്ങനെ തന്നെ നിൽക്കുന്നു, സ്ഥിരമായി നിൽക്കുന്നു. ബാക്കിയുള്ളത് മാറുന്നു, പക്ഷേ ഇത് മാത്രം സ്ഥിരമായി നിൽക്കുന്നു എന്ന് പറയും. ഇത് ചേഞ്ച് ചെയ്യത്തില്ല, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള പാരാമീറ്റേഴ്സ്. എന്താ ഈ പാരാമീറ്റേഴ്സ്? എ നമ്പർ ഓർ അതർ മെഷർ factor or other measurable factor forming one of a set that defines a system or a set sets the condition of its operation. ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ എടുക്കുമ്പം ചില കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചില കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ചില നമ്പറുകളായിരിക്കും, ചില മെഷറുകളായിരിക്കും. ആ മെഷർ അങ്ങനെ തന്നെ അതിൻ്റെ കൂടെ ചേർത്ത് വേണം നമ്മൾ എടുക്കാൻ. അതിനെ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുക. സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. 2+3x വേറെ 2 and 3 ആർ പാരാമീറ്റർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പാരാമീറ്റർ ആണ്. അത് കാരണമായിരിക്കും എന്ത് ചേഞ്ചുകൾ ഉണ്ടാവുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എത്ര മാറിയാലും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് ഉണ്ടാകുന്ന മാറ്റം അതിനെ ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കണ്ടപ്പം മരത്തിൻ്റെ ഉയരം വെച്ച് പറയുന്നത് 20 × 20 ഇയേഴ്സ്. എത്ര ഇയർ മാറിയാലും 20 കൊണ്ട് ഇൻറ്റു ചെയ്യും. ആ 20 മാറ്റം എപ്പോഴും ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അതിനെ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഇതിൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത സ്ലൈഡിൽ അടുത്ത വീഡിയോയിൽ കാണാം.